Welcome to zoology class. The last class we had discussed about the replication of DNA. We have seen replication is semi-conservative, and we had also discussed the experiment conducted by Michelson and Stoll to prove that the DNA replication is semi-conservative. And we have discussed the different aspects of replication, the process of DNA replication. Now we know DNA is the genetic material. DNA is a genetic material. DNA is the predominant genetic material in the living world. RNA is also the genetic material. But DNA is the predominant, the most stable genetic material. എന്താണ് ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. വാട്ട് ഡു യു മീൻ ബൈ എ ജനറ്റിക് മെറ്റീരിയൽ, ഓർ വാട്ട് ഡു ഓർ വാട്ട് ഡസ് ദ ജനറ്റിക് മെറ്റീരിയൽ ഡു? എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ ശരീരത്തിൽ എല്ലാ ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്നത്, തീരുമാനിക്കുന്നത് ജനറ്റിക് മെറ്റീരിയലാണ്. എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻസും, എല്ലാ ഫീനോടൈപ്പിക് എക്സ്പ്രഷൻസും, എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും നിർണ്ണയിക്കുന്നതും അത് എക്സ്പ്രസ് ചെയ്യിപ്പിക്കുന്നതും ജനറ്റിക് മെറ്റീരിയലാണ് എന്ന് നമുക്കറിയാം. സോ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ജനറ്റിക് മെറ്റീരിയലിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഡി എൻ എ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ജീവിയെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡി എൻ എയിൽ അടങ്ങിയിരിക്കുന്നു. പക്ഷേ ഡി എൻ എ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്, ഈ ഇൻഫർമേഷൻ ഡി എൻ എ ഫീനോടൈപ്പിക് എക്സ്പ്രഷന്റെ രൂപത്തിലോ ഒരു ബയോകെമിക്കൽ റിയാക്ഷന്റെ രൂപത്തിലോ എക്സ്പ്രസ് ചെയ്യുന്നത് RNA വഴിയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. So DNA stores the information, and through RNA the information is expressed or it is applied. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സെൻട്രൽ ഡോഗ്മ എന്ന രീതിയിൽ നമ്മൾ കണ്ടത്. എന്താണ് സെൻട്രൽ ഡോഗ്മ? ഇറ്റ്സ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം DNA to RNA to പ്രോട്ടീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെൻട്രൽ ഡോഗ്മയെ കുറിച്ച് ഒന്നുകൂടി നമുക്ക് ഈ സെൻട്രൽ ഡോഗ്മ എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. സെൻട്രൽ ഡോഗ്മ. Central dogma. What is this central dogma? Central dogma is the information, the flow of information from DNA to RNA. DNA to RNA. That means informations are stored in the DNA, and these informations are to be transferred to RNA. And the process of the transfer of DNA to RNA, information from DNA to RNA, is called, that is, transcription. That process is called transcription. What do you mean transcription? It is a conversion of one script to another script. ഇപ്പോൾ നമ്മൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ അത് എന്നെ പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാവാത്ത ഒരു ഭാഷയിൽ എഴുതിയ പുസ്തകം അതിനെ വേറൊരു ഭാഷയിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ബംഗാളി ഭാഷയിൽ എഴുതിയ ഒരു നോവൽ, നമുക്ക് ബംഗാളി അറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബംഗാളി അന്യമായൊരു ഭാഷയാണ്. ഈ നോവലിനെ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം നടത്തുന്നു, അല്ലെങ്കിൽ ഹിന്ദിയിലേക്ക് അതിനെ മാറ്റുന്നു.
തർജ്ജമ ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തർജ്ജമയല്ല. കാരണം ഹിന്ദിയും നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ഭാഷയിൽ നിന്നും നമുക്കറിയാത്ത ഒരു ഭാഷയിലുള്ളതിനെ നമുക്കറിയാത്ത മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നു. സ്ക്രിപ്റ്റ് മാറും. രണ്ടും നമുക്കറിയില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുക. അപ്പോൾ DNA-യിൽ ഏത് രീതിയിലാണ് ഒരു ജീവിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്ന് അത് വായിച്ചെടുക്കാൻ നമുക്കറിയില്ല. അത് RNA-യിലേക്ക് മാറ്റി കഴിയുമ്പോഴും അത് വായിക്കാൻ നമുക്കറിയില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. അത് കോഡഡ് രൂപത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കും. ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് അതിനെ പറയുക. സോ ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ or transfer of information from DNA molecule to RNA molecule. This transfer, it is very essential for a phenotypic expression or a biochemical reaction to take place, because DNA directly cannot involve in that process. An RNA is required, and a mediator, an RNA molecule is required. But the information should be transferred to RNA first. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കാം. Then the next step is from RNA. This information should be transferred, or by using this information, a protein should be synthesized. Which protein? Enzyme. Because enzymes are the molecules, the proteins, which are catalyzing the chemical reaction, which ultimately results in the expression of a phenotype. അപ്പോൾ ഒരു ഫീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ആ വിവരം, ആ ഫീനോടൈപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ DNA-യിലാണുള്ളത്. അത് RNA-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതനുസരിച്ച് RNA ഒരു പ്രോട്ടീൻ ഉണ്ടാക്കി. അപ്പൊ ഏത് പ്രോട്ടീനാണ് ഉണ്ടാക്കേണ്ടത്, ഏത് എൻസൈമാണ് ഉണ്ടാക്കേണ്ടത് എന്ന വിവരമാണ് DNA-യിലുള്ളത്. ആ വിവരമാണ് കോഡഡ് ഫോമിൽ RNA-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ കോഡഡ് ഇൻഫർമേഷൻ അനുസരിച്ച് RNA will synthesize a protein. RNA will synthesize a protein. And that process is called translation. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലായി. ഒരു പ്രോട്ടീൻ നമുക്ക് അറിയാം, പ്രോട്ടീൻ്റെ അമിനോ ആസിഡ് സീക്വൻസ് എന്താണെന്ന് നമുക്കറിയാം. ആ പ്രോട്ടീൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുന്നത്. സോ ദീസ് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ദ സെൻട്രൽ ഡോഗ്മ. വൺ ഈസ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ദ അതർ വൺ ഈസ് ട്രാൻസ്ലേഷൻ. ദറ്റ് ഈസ് സെൻട്രൽ ഡോഗ്മ. Okay. In certain cases, reverse transcription occurs sometimes. Reverse transcription. That means reverse transcription. That means RNA, in that case, RNA would be the genetic material, not DNA. In certain viruses, instead of DNA, RNA is the genetic material. And this RNA, genetic material RNA, will synthesize the DNA. And then DNA transcribes RNA. So in that case, the transcription is reversed in the reverse order. So that's why it is called a reverse transcription. And those viruses in which the reverse transcription takes place are called retroviruses. Okay. But in those individuals, including human being, where DNA is the genetic material, this is the central dogma, where DNA
transcribes an RNA, and this RNA is called the RNA maybe a messenger RNA. This RNA is known as a messenger RNA or mRNA. This is also called mRNA or messenger RNA. And this RNA, based on the coded information it received from the DNA, it synthesizes a protein, which in turn acts as a catalyst for a biochemical reaction that would result in the expression of a phenotype. So this is the method of expression of a genetic material. This is how the genetic material expresses itself in the form of phenotypic expression. Okay. So as I told you, there are two important steps in the central dogma. One is the transcription and other is the translation. And first we'll discuss about transcription. Okay. So transcription is the process of producing an RNA, mainly a messenger RNA. Other RNAs are also transcribed. Of course, there are different types of RNAs. Mainly, there are three different types of RNAs. One is the messenger RNA or mRNA, and RNAs are of different categories. Which are the? One is the mRNA. It is called the messenger RNA, and this is the messenger RNA that contains the coded information for the synthesis of a protein. And next one is transfer RNA. Transfer RNA, the detail of transfer RNA we will study later. Transfer RNA is also called soluble RNA because it is the smallest RNA which takes part in the synthesis of a protein. And other one is ribosomal RNA or rRNA. Ribosomal or rRNA. rRNAs are of different types, different categories of rRNAs are there. They constitute the ribosomes. Mainly they constitute the ribosome. So all these three RNAs are required. All these three RNAs are required for translation. Translation. So the formation of these three RNAs are called transcription. Not only mRNA, the formation of transfer RNA, formation of ribosomal RNA, all these RNAs are formed from DNA. All these RNAs are synthesized from DNA, and that process is called transcription. The formation of mRNA, transfer RNA and rRNA are called transcription. Okay. But alone, mRNA carries the codes for the protein. What will be code for the protein? The code for the amino acid sequence. A protein is made up of different amino acids. So what should be the first amino acid? What should be the second amino acid? What should be the third amino acid? That is called amino acid sequence. So like hundreds of amino acids are in a polypeptide chain. So that is called amino acid sequence. So what should be this amino acid sequence? What should be the first amino acid? What should be the second amino acid? What should be the third and so on? Is there in the coded form in the messenger RNA. So messenger RNA carries the code for this amino acid sequence for the synthesis of a polypeptide chain or protein. Transfer RNA helps in the transport of amino acid to the site of protein synthesis that you will study later. And ribosomal RNA forms the ribosomes which provides the site of protein synthesis or translation. So all these RNAs are required for the translation process, and the process of formation of all these RNAs are called transcription. But we are mainly concentrating on the transcription of messenger RNA
because it carries the codes for the amino acid sequence in a polypeptide chain or a protein. Okay. So an RNA is formed from the DNA molecule. You know, DNA is a double helical structure. It has two strands. Now the question is, normally we would have a doubt in our mind that which strand takes part in the transcription, or whether both the strands will take part in the transcription. ഇപ്പോൾ രണ്ട് സ്ട്രാൻഡ് DNA മോളിക്യൂളിൽ രണ്ട് സ്ട്രാൻഡ്. ഈ രണ്ട് സ്ട്രാൻഡും ഒരു ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയയിൽ പങ്കെടുക്കുമോ, അല്ലെങ്കിൽ രണ്ട് സ്ട്രാൻഡിൽ നിന്നും RNA ഉണ്ടാകുമോ, അതോ ഒരു സ്ട്രാൻഡ് മാത്രമേ ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കുകയുള്ളൂ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് നമുക്ക് വരാം. ഒരു സ്ട്രാൻഡ് മാത്രമേ ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കൂ. രണ്ട് സ്ട്രാൻഡിലും ട്രാൻസ്ക്രിപ്ഷൻ പങ്കെടുക്കാം. രണ്ട് സ്ട്രാൻഡിൽ നിന്നും mRNA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു RNA ഉണ്ടാവാം. പക്ഷേ DNA ഒരു സ്ട്രാൻഡ് മാത്രമേ ഇതിൽ പങ്കെടുക്കൂ, ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സിൽ പങ്കെടുക്കൂ. എന്തുകൊണ്ടാണ്? അതിൽ രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒരു സ്ട്രാൻഡ് മാത്രം ഒരു DNA സ്ട്രാൻഡ് മാത്രം ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കുന്നതിന് രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണം, രണ്ട് സ്ട്രാൻഡും പങ്കെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, സോ ദിസ് ഇസ് ദ DNA സ്ട്രാൻഡ്. If both the strands participate in the formation of an RNA, say for example mRNA, messenger RNA, ഇവിടെ ഒരു mRNA ഉണ്ടായി, ഇവിടെയും ഒരു mRNA ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? Both these mRNA ഉണ്ടാകുന്ന സമയത്ത്, ഒരു RNA ഉണ്ടാകുന്ന സമയത്ത് that will be complementary. ഇപ്പൊ ഇവിടെ ബേസസ് ഉണ്ട്, DNAക്ക് ഇങ്ങനെ ബേസസ് ഉണ്ടല്ലോ, ഇവിടെയും ബേസസ് ഉണ്ട്, ന്യൂക്ലിയോടൈഡ് ബേസസ് ആണ്. ഈ ന്യൂക്ലിയോടൈഡ് ബേസസിന് കോംപ്ലിമെന്ററി ആയിട്ടായിരിക്കും ഇവിടെ RNA ബേസസ് ഉണ്ടാവുക. നമ്മൾ റെപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഒരു സ്ട്രാൻഡിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ DNA സ്ട്രാൻഡിൽ നിന്നും mRNA ഉണ്ടാകുമ്പോൾ ആ mRNA ബേസസ് കോംപ്ലിമെന്ററി ആയിരിക്കും, DNA സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ അഡിനിൻ, ഇവിടെ ഒരു വ്യത്യാസം മാത്രമുണ്ട്, RNA ആയതുകൊണ്ട് അവിടെ തൈമിൻ ഉണ്ടാവില്ല, അതിന് പകരം യുറാസിൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ നേരത്തെ RNAയുടെയും DNA വ്യത്യാസം പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്, RNAയിൽ തൈമിനാണ് RNAയിൽ യുറാസിലാണ് ഇൻ പ്ലേസ് ഓഫ് തൈമിൻ ഇൻ DNA. അപ്പോൾ ഇവിടെ DNAയിൽ അഡിനിൻ ആണ് എങ്കിൽ RNAയിൽ അത് യുറാസിൽ ആയിരിക്കും. ഇവിടെ ഗുവാനിൻ ആണെങ്കിൽ ഇവിടെ സൈറ്റോസിൻ ആയിരിക്കും, ഇവിടെ സൈറ്റോസിൻ ആണെങ്കിൽ ഇവിടെ ഗുവാനിൻ ആയിരിക്കും. അതൊന്നും ഒരു വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ DNA സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടായിരിക്കും RNA ഉണ്ടാവുക. ഇവിടെയും അതുപോലെ തന്നെ കോംപ്ലിമെന്ററി ആയിരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുക? രണ്ട് പ്രോട്ടീൻ, mRNA നിന്നാണല്ലോ പ്രോട്ടീൻ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ mRNA ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നു, ഈ mRNA ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ രണ്ട് പ്രോട്ടീനും ആവശ്യമില്ല. ഒരു ബയോകെമിക്കൽ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാൻ ചിലപ്പോൾ ഈ ഒരു പ്രോട്ടീൻ മാത്രം മതിയാവും, ഈ ഒരു പ്രോട്ടീൻ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു എററായിട്ട് ചിലപ്പോൾ ഭവിക്കാൻ സാധ്യതയുണ്ട്. ദാറ്റ് മേ റിസൾട്ട് as an error in the biochemical machinery or biochemical reactions. അതിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ട്രാൻഡ് മാത്രമായിരിക്കും ഇതിൽ പങ്കെടുക്കുക, mRNA സിന്തസിസിൽ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കുക. അപ്പോൾ ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഇങ്ങനെ രണ്ട് RNA ഉണ്ടായി കഴിഞ്ഞാൽ, സൈഡ് ബൈ സൈഡ് രണ്ട് RNA ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ, ഈ ഉണ്ടാവുന്ന രണ്ട് RNAയും കോംപ്ലിമെന്ററി ആയിരിക്കും. ഉണ്ടാവുന്ന mRNA DNA കോംപ്ലിമെന്ററി ആയിരിക്കും. ഇങ്ങനെ അടുത്തടുത്ത് ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ ഉണ്ടാകുന്ന mRNAയും കോംപ്ലിമെന്ററി ആയിരിക്കും. ഓക്കെ, അപ്പോൾ there is a chance for
these complementary RNA strands to make base pairing and form a double stranded RNA. അപ്പോൾ അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ചിലപ്പോൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടായാൽ ആ RNAക്ക് ട്രാൻസ്ലേഷൻ നടത്താൻ കഴിയില്ല. അത് നിങ്ങൾക്ക് പിന്നീട് അതിന്റെ കാരണം മനസ്സിലാവും. ഓൺലി എ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA is നോർമലി സിംഗിൾ സ്റ്റാൻഡേർഡ്. അപ്പൊ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നാൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ സാധിക്കൂ? ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയയിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടത്താൻ അതിന് സാധിക്കും. അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ അതിന് ട്രാൻസ്ലേഷൻ നടത്താൻ അതിന് കഴിയില്ല. സോ ദീസ് ആർ ദ two reasons why both the strands of the DNA molecule are not involved in the process of transcription at a time. Okay. ഇനി നമുക്ക് ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ട്രാൻസ്ക്രിപ്ഷൻ എപ്പോഴും നടക്കുന്നത് DNA-യുടെ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഒരു സ്ട്രാൻഡ് മാത്രമേ DNA ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കുന്നുള്ളൂ. അതും ഒരു ചെറിയ സെഗ്മെന്റിൽ മാത്രമായിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. ഇപ്പൊ DNA ഒരു വലിയ മോളിക്യൂൾ ആണ് നമ്മൾ പറഞ്ഞല്ലോ. ഇതിന്റെ ഒരു സ്ട്രാൻഡിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. അതും ആ സ്ട്രാൻഡിന്റെ ഒരു ചെറിയ സെഗ്മെന്റിൽ മാത്രമായിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. അപ്പോൾ ഇത് ഒരു DNA മോളിക്യൂൾ ആണെങ്കിൽ ഇതിന്റെ ഒരു ചെറിയ സെഗ്മെന്റ്, അപ്പൊ ഇത് ഒരു സ്ട്രാൻഡിന്റെ ഇതൊരു സ്ട്രാൻഡാണ്. സപ്പോസ് ദിസ് ഇസ് ദ 5 prime end and this is the 3 prime end and this is the 3 prime end and this is the 5 prime end of the opposite strand. അപ്പോൾ ഈ ഒരു സ്ട്രാൻഡിന്റെ ഏതെങ്കിലും ഒരു സെഗ്മെന്റ്, സപ്പോസ് ഫ്രം ഹിയർ, ഒരു ചെറിയ സെഗ്മെന്റിൽ മാത്രമായിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. ഇങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ആ ഒരു സെഗ്മെന്റിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് എന്നാണ് വിളിക്കുക. ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് വിളിക്കും. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, TU എന്ന്, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. അവിടെ മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. അവിടെ നിന്നാണ് ഒരു RNA ഉണ്ടാകുക. ഏത് RNA ആയാലും. നമ്മൾ മെയിൻലി വി ആർ ടോക്കിംഗ് അബൌട്ട് mRNA, മെസ്സഞ്ചർ RNA. അപ്പോൾ ഒരു mRNA ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നിന്ന് മാത്രമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരു സമയം ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നിന്നാണ് നടക്കുക. അപ്പോൾ മറ്റു ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ഇത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആവാം, ഇത് വേറൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആവാം, ഇത് വേറൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആവാം. അപ്പോൾ അങ്ങനെ ഒരു DNA-യിൽ തന്നെ അനേകം ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റുകൾ കാണാം. ഓക്കെ. പക്ഷെ ഒരു mRNA ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നിന്നാണ് ഉണ്ടാകുക. ഓക്കെ. ഈ ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റിന് ചില കോമ്പോണൻസ് ഉണ്ട്, ചില ഘടകങ്ങളുണ്ട്. A transcriptional unit has 3 regions. So this is the transcriptional unit. ഒരു DNA മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ this is the transcriptional unit. 2 സ്ട്രാൻഡ് ഇവിടെ കാണാം. ഒരു സ്ട്രാൻഡ് മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ പങ്കെടുക്കൂ. പക്ഷെ മറ്റേ സ്ട്രാൻഡും കൂടി അവിടെ ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഉണ്ടല്ലോ. ഒരു സ്ട്രാൻഡ് മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ പങ്കെടുക്കൂ. അപ്പോൾ നമ്മൾ ആ 2 സ്ട്രാൻഡുകൾ വരച്ചാൽ ദിസ് ഈസ് 1 സ്ട്രാൻഡ് ആൻഡ് ദിസ് ഈസ് അനദർ സ്ട്രാൻഡ്. ഓക്കെ. ഹിയർ 1 strand runs in the direction 3 prime end to 5 prime end and the other strand in the opposite direction 5 prime end to 3 prime end. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റെപ്ലിക്കേഷൻ ആയാലും, റെപ്ലിക്കേഷനിൽ ഒരു ന്യൂ DNA സ്ട്രാൻഡ് ഉണ്ടായാലും ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് mRNA ഉണ്ടാകുന്ന സമയത്തും ഓൾവേസ് റെപ്ലിക്കേഷൻ ഓർ ട്രാൻസ്ക്രിപ്ഷൻ, നമുക്കിവിടെ ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ച് പറയാം. ട്രാൻസ്ക്രിപ്ഷൻ പ്രോഗ്രസസ് ഇൻ ദ 3 prime end to 5 prime end എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതായത് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് നടക്കുന്നത്, അതായത് ഇതിൽ 2 സ്ട്രാൻഡ് ഉണ്ടല്ലോ, ഇത് ഏതെങ്കിലും ഒരു സ്ട്രാൻഡ് ആയിരിക്കും ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കുക. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കുന്ന സ്ട്രാൻഡ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ
ട്രാൻസ്ക്രിപ്ഷൻ പ്രോഗ്രസ് ചെയ്യുന്ന ഡയറക്ഷൻ നോക്കിയാണ്. ട്രാൻസ്ക്രിപ്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നത് എപ്പോഴും 3' എൻഡ് ടു 5' എൻഡ് ആയിരിക്കും. ഈ സ്ട്രാൻഡിനെ നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. So what is the template strand? Template strand is a strand on which transcription takes place. ഇപ്പോൾ ഓപ്പോസിറ്റ് സ്റ്റാൻഡിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നില്ല. അതായത് 3' to 5' എൻഡ് റൺ ചെയ്യുന്ന സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഇവിടെ mRNA ഉണ്ടാകുന്നത് ഇതിലാണ് mRNA ഉണ്ടാവേണ്ടത്. ഒരു mRNA ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. mRNA എങ്ങനെ ഉണ്ടാകുന്നു? ഓക്കെ, ദിസ് ഇസ് ദ mRNA ആഫ്റ്റർ ട്രാൻസ്ക്രിപ്ഷൻ. mRNA ഗ്രോസ് ഇൻ ദ ഡയറക്ഷൻ 5' to 3'. അതായത് mRNAയുടെ 5' എൻഡ് ഇതും 3' എൻഡ് ഇതുമായിരിക്കും എന്നർത്ഥം. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ പറയാം. As far as the template strand is concerned, transcription progresses in the direction 3' to 5' end. As far as the mRNA is concerned, it grows in the direction 5' to 3' end. Okay. ഇതിന്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിനെ നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുന്നത്. The strand on which no transcription takes place. Coding strand എന്ന് വിളിക്കുന്നു. Okay. Template strand and coding strand. Template strand is the strand on which transcription takes place in the 3' to 5' end. And on that strand, an mRNA progresses. mRNA is transcribed in the 5' to 3' direction. And the opposite strand is the coding strand. Okay. ഇനി ഒരു ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞു 3 റീജിയൻസ് ഉണ്ടാവും. 3 റീജിയൻസ് ഉണ്ടാവും. So this is the template strand and this is the coding strand. Template strand and coding strand. This is the 3' end and this is the 5' end of the template strand, and this is the 5' end and 3' end of the coding strand. Okay. The 3 regions. Let us see what are the 3 regions of this transcription unit. The first region is the promoter region. This region is called the promoter. Is the promoter region. And the next region is this region, the last region. This is the last region. This last region is the terminator region. And the middle region, this part, is the structural gene. It is the structural gene. Now let us see what are the importance or what are the roles of these 3 regions. The promoter region is situated. The position of this promoter region and terminal region is very important. The promoter region is situated at the 3' end of the template strand and 5' end of the coding strand. You can see here. So the promoter region, the first region of that transcriptional unit, is situated at the 3' end of the template strand and 5' end of the coding strand. Okay. And the terminator region is situated at the 5' end of the template strand and 3' end of the coding strand. Okay. So if the labels are removed from here, if it is not labeled,
How can you identify a promoter and a terminator? If the polarity of the strands are given, provided the polarities are given, you can identify which is the promoter region and which is the terminator region. So the region which is situated at the 3' end of the terminator or 5' end of the coding strand is the promoter. And the region which is situated at the 5' end of the template and 3' end of the coding strand is the terminator region. In that way, we can identify the position of the terminator and promoter and terminator. Okay. In other way, when the promoter is marked, the promoter and terminator are labeled without giving the polarity, we can identify the template region, template strand and the coding strand also. Suppose two strands are given here without mentioning the polarity, and just it is marked as terminator region and marked promoter region. Polarities are not shown here. Can you identify terminator and template strand and the coding strand here? Suppose if you are asked to mark the template strand and the coding strand, it is easy to mark that because you can see the promoter. You see the promoter. Promoter is 3' end of the template and 5' end of the coding. So you can simply say, see, you can mark the this like this 3', 5', 5', 3'. So, which is the template strand here? This is the template strand. Okay, and this is the coding strand. So, in that way, we can identify the position of the promoter or terminator or the template strand or the coding strand. Okay. Now, what are the roles of this terminator and the promoter? Promoter is the site at which the transcription is initiated. Transcription begins. For transcription to take place, an enzyme is required. An enzyme is required for transcription. That enzyme is called DNA dependent RNA polymerase. DNA dependent RNA polymerase. It is called DNA dependent RNA polymerase because it depends on the DNA to polymerize an RNA. That is why it is called DNA dependent RNA polymerase. So this DNA dependent RNA polymerase begins the polymerization at the promoter region. So promoter region is required to begin the polymerization. What do you mean by polymerization here? As we have seen in the case of DNA replication, there the enzyme was DNA dependent DNA polymerase. Here also, the DNA dependent RNA polymerase adds on the complementary nucleotides. Depending on the base sequence of the DNA strand of the DNA or nucleotide base sequence of the template strand of the DNA molecule. Okay. So here, suppose base pairs are like this or base sequences are like this. Guanine, cytosine, thymine,
adenine, thymine, guanine, cytosine. Suppose this is. So this is the base sequence. So complementary base sequence are added. Complementary base sequence are added, and one by one, and polymerization reaction takes place, and an RNA is formed. That is what the RNA polymerase does. So this RNA polymerase reads these base sequences of the template strand. It reads this base sequence of the template strand, and a complementary base sequence are added one by one after another, and an mRNA or any other RNA is polymerized. So here an mRNA will be formed, and complementary sequence are here. Complementary sequence are cytosine, guanine, adenine. Here not thymine, uracil, because here this adenine, here should be thymine, but as it is mRNA, it should be uracil, and again uracil, adenine, cytosine, guanine. So an mRNA sequence is formed. So that is what the RNA polymerase does. So this RNA polymerase begins the polymerization reaction or the transcription based on the promoter. Okay. And the structural gene, the middle portion is the structural gene, and it is the structural gene that codes for an RNA. അപ്പോൾ RNA ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ്? ഈ സ്ട്രക്ചറൽ ജീനിൽ നിന്ന് മാത്രമാണ്. ഓക്കെ, പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും ഇടയിലുള്ള ഈ സ്ട്രക്ചറൽ ജീനിൽ നിന്ന് മാത്രമാണ് എന്തുണ്ടാവുക? ഒരു RNA ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രക്ചറൽ ജീൻ എന്ന് വിളിക്കാനുള്ള കാരണം. Okay, then the terminator. Terminator is the last portion of the transcriptional unit, and that ends the transcription. But terminator region puts an end to the transcription process. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ അവിടെ എത്തുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നിൽക്കുന്നു. ഇനി RNA polymerase കൂടാതെ RNA polymerase alone cannot perform the process of transcription. Some other factors are also required for transcription. One factor is the sigma factor. This symbol denotes the sigma. Sigma factor, or it is the initiation factor. It's also called initiation factor or sigma factor. That is very much required for the initiation of the transcription. For transcription തുടങ്ങാൻ, transcription initiate ചെയ്യാൻ എന്താവശ്യമുണ്ട്? Sigma factor ആവശ്യമുണ്ട്. Sigma factor is required. And another factor that is the rho factor. A rho factor is called the termination factor. It is required to terminate the transcription. So two factors, apart from DNA dependent RNA polymerase enzyme, two factors are required. One is the sigma factor and other is the rho factor. Sigma factor is the initiation factor which initiates the transcription, and a rho factor or termination factor that terminates the transcription. Okay, so in that way an mRNA is formed from the structural gene, complementary, it has base sequence complementary to the template strand of the transcriptional unit or structural gene, template strand in the structural gene of the transcriptional unit. Okay, so we shall wind up the class here. Other details of transcription shall be discussed in the next class.